നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഇറാൻ അമേരിക്ക യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കണം. വെടിനിർത്തൽ വേണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു. അതിന് കാരണമുണ്ട്. ട്രംപ് ഉദ്ദേശിച്ച വിധത്തിലല്ല കാര്യങ്ങൾ പോണത്. വളരെ പെട്ടെന്ന് തന്നെ ഇറാനെ കീഴ്പ്പെടുത്താമെന്നാണ് കരുതിയത്. അതിന്റെ സാമ്പിളുകൾ ആദ്യം കൊടുത്തിരുന്നു. സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ എന്നൊരു മിസൈൽ അങ്ങോട്ട് കൊടുക്കും. അവിടെ കുറച്ച് നാശനഷ്ടം ഉണ്ടാവും. ഇറാൻ തിരിച്ചിങ്ങോട്ടിടും. അതോടുകൂടി തീരും. അങ്ങോട്ടിടുന്നു, തിരിച്ചിടുന്നു, തീരുന്നു. ഇങ്ങനെ ഒരു 4-5 വട്ടം കഴിഞ്ഞു. അതവിടെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താം. ഇറാഖിനെ തങ്ങളുടെ വരുതിക്ക് വരുത്തിയതുപോലെ 3-4 ദിവസം കൊണ്ട് തന്നെ അങ്ങനെ വരുതിക്ക് നിർത്തി ഇറാനിലെ എണ്ണയും മറ്റ് സമ്പത്തും എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് തങ്ങൾക്ക് സമ്പന്നരാകാം, നമുക്കത് അനുഭവിക്കാം. ഇറാനിൽ ഒരു പാവ സർക്കാരിനെ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഭരണം നടത്താം. തുടർന്നും എണ്ണയും മറ്റു കാര്യങ്ങളും ഒക്കെ അവർക്ക് എടുത്തുപയോഗിക്കാം. അത് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ മറ്റ് രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങൾ, അമേരിക്കയുടേതായിട്ടുള്ള താവളങ്ങൾ, അതിനേക്കാൾ ശക്തമായ ഒരു താവളം ഇവിടെ ഒരുക്കാം. അങ്ങനെ ഖാർഗ് ദ്വീപ് കൂടി കിട്ടുന്നതോടുകൂടി ലോകത്ത് അമേരിക്ക എണ്ണ വ്യാപാരത്തിൽ ഒരു വമ്പൻ ആയിത്തീരും. അതായത് ലോകത്തിന്റെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലേക്ക് വരും എന്നൊക്കെയാണ് കരുതിയത്. ഇപ്പോൾ തന്നെ ലോകത്തിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധി വരെ അവർക്ക് സാധിക്കുന്നുമുണ്ടായിരുന്നു. എന്നാൽ ഈ ഇറാൻ യുദ്ധത്തോടു കൂടി അത് ഏകദേശം അവസാനിച്ച മട്ടാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് നാറ്റോ രാജ്യങ്ങളൊക്കെ അമേരിക്ക പറയുന്നതനുസരിച്ച് കേൾക്കുമായിരുന്നു. പിന്നെ അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങള് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അമേരിക്ക പോകുന്നിടത്തേക്കൊക്കെ ചെന്ന് കയറുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ നിന്നിട്ടുണ്ട്. ട്രംപ് പറയുന്നിടത്തൊന്നും അവർ നിൽക്കുന്നില്ല. ആ ഒരു അവസരത്തിൽ ഈ ഒരു പുതിയ ഒരു യുദ്ധതലത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ കുടുങ്ങുന്നത് ട്രംപ് തന്നെയാണ്. കാരണം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള 10 ഉപാധികൾ അംഗീകരിച്ചുകൊണ്ടാണ് ട്രംപ് നിരുപാധികം വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. പക്ഷെ ഈ ഉപാധികളെ ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല. ലെബനൻ അടക്കമുള്ള ഇറാന്റെ സഖ്യരാജ്യങ്ങൾ, ആ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും എല്ലാം സർവ്വതും നിർത്തണം എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമല്ല. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയാണത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവി ഈ യുദ്ധം തുടരുന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. യുദ്ധം നിർത്തി കീഴടങ്ങി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നെതന്യാഹുവിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. നെതന്യാഹുവിനെതിരെ രാജ്യത്ത് നിലനിൽക്കുന്ന അഴിമതി കേസുകളും മറ്റും എടുത്ത് മുന്നേക്ക് വെക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വിചാരണ കഠിനമാവും. നെതന്യാഹു ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ രാജ്യത്ത് താനൊരു പ്രധാന വ്യക്തിയാണ് എന്ന് സ്ഥാപിച്ചു നിർത്തേണ്ട ഒരു ആവശ്യം നെതന്യാഹുവിനുണ്ട്. അതിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ യുദ്ധമല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഗസയുമായി യുദ്ധം ചെയ്യുന്നത്, അതുപോലെ ലെബനനുമായി യുദ്ധം ചെയ്യുന്നതും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. അതേസമയം ഇറാൻ ഒരു കീറാമുട്ടിയായിരുന്നു. ഇറാൻ ഇത്രയും സൈനികമായി വളർന്നിട്ടുള്ള അല്ലെങ്കിൽ സൈനികമായി ശക്തിയുള്ള ഒരു രാജ്യമാണ് എന്ന് കരുതിയിരുന്നില്ല. അത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും സമയം വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെ നൈസായിട്ട് ഒഴിവാക്കണമായിരുന്നു. അതുകൊണ്ടാണ് തങ്ങൾക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് കൂടി, അതായത് ഈ 10 നിബന്ധനകൾ അമേരിക്കയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഈ 10 ഉടമ്പടി അംഗീകരിച്ചുകൊണ്ട് ട്രംപ് അത് അനുമതി കൊടുത്തുകൊണ്ട് വെടി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന്റെ ഒരു ശല്യം ഒഴിവായി കിട്ടും. ഇറാനെ മാറ്റി നിർത്തി പിന്നീട് അമേരിക്കയുടെ സഹായത്തോടു കൂടി തങ്ങൾക്ക് യുദ്ധം തുടരാം, മറ്റ് രാജ്യങ്ങളിലേക്ക് യുദ്ധം തുടരാം എന്നാണ് കരുതിയിരുന്നത്. അത് തന്നെയാണ് അതിനുശേഷം നമ്മൾ കണ്ടത്. 24 മണിക്കൂർ പോലും വെടിനിർത്തൽ കരാറിന് വാല്യൂ ഇല്ലാതായി പോയതും അതുകൊണ്ട് തന്നെ. ഇസ്രായേൽ ലെബനനിൽ കയറി അടിക്കുന്നു. ഏതാണ്ട് 100ഓളം സ്ഥലങ്ങളിൽ യുദ്ധം നടത്തുന്നു, ബോംബിടുന്നു. അവിടെ 100 കണക്കിന് ആൾക്കാർ ആദ്യത്തെ ദിവസം തന്നെ 250 സിവിലിയൻസ്, കുട്ടികളും സ്ത്രീകളും അടക്കം കൊല്ലപ്പെടുന്നു. ഈ വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ വെറുതെ ഇരിക്കില്ലല്ലോ. കാര്യം ഇറാന്റെ ആ കരാറിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലെബനനെ ആക്രമിക്കരുത് എന്ന്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നെതന്യാഹു എന്ന് പറയുന്ന ഒരൊറ്റ തീവ്രവാദിയുടെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ യുദ്ധക്കുതിയന്റെ, അത് അങ്ങനെ തന്നെ പറയുന്നത്, നെതന്യാഹു വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ സമാധാനം നിലനിൽക്കും. ഇതിനു മുമ്പ് പല കഥകളും പലതും പ്രചരിക്കുന്നുണ്ട്. കാര്യമൊക്കെ ശരി തന്നെ. ഇറാൻ മറ്റുള്ളവർക്ക് ശല്യമാണ്, അല്ലെങ്കിൽ ഇറാൻ മക്ക പിടിച്ചടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പണ്ടത്തെ കഥകളായിരിക്കാം. പണ്ട് ഇപ്പോ ഹിറ്റ്ലർ എന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അവർ ജൂതന്മാരെ മുഴുവൻ കൊന്നൊടുക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലറിന്റെ പിന്മുറക്കാരെങ്കിലും ജൂതന്മാരെ കൊല്ലാൻ നടക്കുന്നുണ്ടോ? അതൊന്നുമില്ല. കാലം മാറുന്നതനുസരിച്ചിട്ട് കോലവും മാറും. അത് സ്വാഭാവികമായിട്ടും വളർച്ച അനുസരിച്ച് പുതിയ തലമുറ പുതിയ തീരുമാനങ്ങൾ എടുക്കും. ആ പഴയ കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അതാണ് ഇപ്പോഴും നടത്താൻ പോകുന്നത് എന്ന് കാരണം പറഞ്ഞുകൊണ്ട് മറ്റു രാജ്യങ്ങളെ അടിച്ച് ശത്രുത സമ്പാദിക്കുന്നത് മണ്ടത്തരമാണ്. ഇവിടെ സത്യത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു സൗഹൃദ രാജ്യങ്ങളായി തുടരണമെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്
ഏറ്റവും സുന്ദരമായ സമാധാനമുള്ള ഒരു പ്രദേശമായിരിക്കും. ഇവിടെ ഇസ്രായേല് ഇറാനെ തകർക്കുക, തീർക്കുക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ ഭരണവും അവരുടെ സൈനിക താവളങ്ങൾ അവിടെ സ്ഥാപിച്ചുകൊണ്ട് മുഴുവൻ ഒരു കൺട്രോളും, ഒരു ഏകദേശ കൺട്രോൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇറാൻ ഇല്ലാതെയാകണം. അങ്ങനെ ഇറാനെ ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കള്ളക്കഥകൾ ഉണ്ടാവണം. ആ കള്ളക്കഥകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെടുന്നത്. ഇറാൻ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ നടക്കുകയാണ്, മെക്ക ഇല്ലാതാക്കാൻ നടക്കുക. ഇതിന്റെയൊക്കെ പൂർവ്വ കഥകൾ തേടിപ്പോവാണെങ്കിൽ ഒന്നും കാണാനില്ല, കേൾക്കാനില്ല എന്നുള്ളത് വസ്തുതയാണ്. വസ്തുതകൾ അറിയാതെ അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രചരിപ്പിക്കുന്ന കഥകൾ, അത് വെച്ചുകൊണ്ടാണ് ഈ യുദ്ധങ്ങളെല്ലാം നടക്കുന്നത്. ഞാനും നിങ്ങളും അടങ്ങുന്നവർ തമ്മിൽ തല്ലുന്നുണ്ടെങ്കിൽ അത് ആ കഥകളെ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ടാണ്. അതല്ല വർത്തമാന കാലത്തിന്റെ സമാധാന രാഷ്ട്രീയം എന്ന് പറയുന്നത്. സമാധാനം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും സമാധാനപൂർവ്വം നിൽക്കാൻ പറ്റില്ലേ? ഒരു രാജ്യത്തിന് വേറൊരു രാജ്യത്തിന്റെ തോളിൽ കയറാതെ നിൽക്കാൻ പറ്റില്ലേ? ഇവിടെ സമ്പത്താണ് പ്രശ്നം. പെട്രോൾ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ എന്ന് പറയുന്നത്. അമേരിക്കയൊക്കെ അത് വിറ്റ് കാശുണ്ടാക്കാൻ നടക്കുന്ന രാജ്യങ്ങളിൽപ്പെട്ടവരാണ്. അപ്പൊ നമുക്ക് ഓസിന് സാധനം കിട്ടുമെന്നുണ്ടെങ്കിൽ എടുക്കാം. അത് മര്യാദയ്ക്ക് വില കൊടുത്ത് വാങ്ങുന്നതിന്റെ സ്ഥാനത്ത് അത്തരത്തിലൊരു വ്യാപാര കരാർ ഇറാനുമായി ഉണ്ടാക്കിക്കൊണ്ട് അവിടുന്ന് ആ ഉൽപ്പന്നം വാങ്ങി വേണമെങ്കിൽ അവർക്ക് സംസ്കരിച്ച് വിൽക്കാം, അല്ലെങ്കിൽ ആ ലെവലിൽ കൈകാര്യം ചെയ്യുന്ന സ്ഥാനത്ത് ആ മുതൽ മുഴുവൻ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരുതരം ഗുണ്ടായസം, കൊള്ള. ആ കൊള്ളയാണ് ഇവിടുത്തെ രാജ്യാന്തര തലത്തിലുള്ള യുദ്ധത്തിന്റെ പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത് അതാണ്. എങ്ങനെയാണ് നിങ്ങളത് മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. ഏതായാലും ഇറാനെ ഈ യുദ്ധതലത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തേണ്ടത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു. ഇസ്രായേലിന്റെ പ്രധാനമായിട്ടും ആവശ്യമായിരുന്നു. ഇവിടെ തർക്കം വരുന്നത് ഇസ്രായേല് അമേരിക്കയെ കൊണ്ടൊന്ന് പെടുത്തിയതാണോ അതോ അമേരിക്ക ഇസ്രായേലിനെ ഉപയോഗിച്ച് ഇറാനെ അടിച്ചതാണോ എന്ന ഇതിലൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ഏതായാലും അമേരിക്ക പെട്ടു എന്ന് പറയുമ്പോൾ പറ്റ കുടുങ്ങി. എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് ഊരിപ്പോയാൽ മതി. ലോക രാജ്യങ്ങളെ മുഴുവൻ ശത്രുത ഇപ്പൊ അമേരിക്ക വലിച്ചു തലയിൽ വെച്ച് കഴിഞ്ഞു. ഹോർമോസ് അടച്ചതോടുകൂടി ഇറാൻ ഹോർമോസിന്മേൽ നിയന്ത്രണം വെച്ചതോടുകൂടി എല്ലാ രാജ്യങ്ങളിലും ഇപ്പൊ നമുക്കറിയില്ല, 12ാമത്തെ ദിവസം നമ്മൾ അടുക്കള ബുദ്ധിമുട്ട് അനുഭവിച്ചതാ, ഹോട്ടലുകളൊക്കെ പൂട്ടിയതാ. അപ്പോൾ അത് നമ്മൾ കൂടി അനുഭവിച്ച നിലയ്ക്ക് അതിന് കാരണക്കാരൻ ആരാ? നമ്മൾ ഇന്ന് കാണുന്ന ട്രംപിനെയാണ്. ഇറാനെ കുറ്റം പറയുന്നവരുണ്ട്, പക്ഷെ ഇറാൻ അവരുടെ രാജ്യത്ത് കയറി അടിച്ച ആൾക്കാരെ പ്രതിരോധിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് ട്രംപാണ് ഈ സകല ദുരന്തവും ദുരിതം ഉണ്ടാക്കി ലോകത്തിന്റെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥ ഒന്ന് മാറണം. ലോക പോലീസ് ആകണമെന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ഒരു പിന്തുണ കൂടി നേടിയെടുക്കണമല്ലോ. അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ട്രംപ്. അതുകൊണ്ടാണ് കർശനമായി ഈ യുദ്ധവിരാമം ഉണ്ടാകണം എന്നുള്ള ഇറാന്റെ നിലപാടിനോട് ഏകദേശമൊക്കെ സഹകരിച്ചുകൊണ്ട് ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതും പാകിസ്ഥാനെ മധ്യസ്ഥതയിൽ നിർത്തിയിട്ടുള്ളൂ. പക്ഷെ പാകിസ്ഥാനെ മധ്യസ്ഥ പ്രവർത്തിക്ക് നിർത്തിയതാണ് ഇസ്രായേലിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത്. പാകിസ്ഥാനെ കുടിച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇസ്രായേൽ. ഇസ്രായേൽ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. അത് അവർ പറഞ്ഞിട്ടുമുണ്ട്. ആ നിലയിൽ ഉള്ള ഒരു രാജ്യത്തിന്റെ മധ്യസ്ഥത ഒരിക്കലും ഇസ്രായേൽ അംഗീകരിച്ചുകൊള്ളണമെന്നില്ല. പക്ഷെ ട്രംപിന് വേറെ ഗതിയില്ല. ഇന്ത്യ മധ്യസ്ഥതയിൽ നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നതായിട്ട് പല പത്രവാർത്തകളും കണ്ടു, വിദേശ വാർത്തകൾ പലതും കണ്ടു. പക്ഷെ ഇന്ത്യ അതിന് തയ്യാറായില്ല. ഇന്ത്യ തയ്യാറാകാതെ വരുന്നത് ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളൂല എന്നത് തന്നെയാണ്. ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. നമുക്കറിയാലോ, ഓരോ മിനിറ്റ് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് പറയുന്നത് അയാൾക്ക് തന്നെ അറിയില്ല. അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തലവന്റെ പ്രഖ്യാപനം കേട്ടിട്ട് ഇന്ത്യ പോലെയുള്ള ശക്തമായ ഒരു രാജ്യം അതും കേട്ടുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് നാണം കെടേണ്ടി വരും. നാളെ ട്രംപ് പറയുന്നത് കേട്ടോണ്ട് ഇറാനുമായിട്ട് സംസാരിച്ച് ഇറാനുമായി നല്ല ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. ആ ബന്ധം കേടുവരുത്താൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല. മര്യാദയ്ക്ക് പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കുന്ന, വാക്കിന് വിലയുള്ള ഒരാളായിരുന്നു ട്രംപ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ ഇടപെട്ടേനെ. ഏതായാലും ഇപ്പൊ കുടുങ്ങിയത് ഇപ്പൊ ഇസ്രായേലാണ്. ഇസ്രായേലിന് യുദ്ധം നിർത്താൻ വയ്യ. നിർത്തിക്കഴിഞ്ഞാല് നെതന്യാഹു അകത്താകും. നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ വീണ്ടും ഇറാൻ അടി തുടങ്ങും. ഇറാൻ അടി തുടങ്ങിയാൽ വലിയ ഒരു വിഷയമാകും. മറ്റേത് ലെബനാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുപോലെ ഗസയിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇറാൻ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇറാൻ ഇങ്ങനെ നിർത്തണം എന്ന് പറയുകയേ ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷെ ഇറാനെ കയറി പൊട്ടിച്ചോടുകൂടി ഇറാൻ ഏത് നിമിഷം തിരിച്ചടിക്കും എന്നുള്ളൊരവസ്ഥയിൽ ഇസ്രായേലിന് പോരാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതിയിൽ തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണമൊക്കെ കൃത്യമായി അതിന്റെ വഴിക്ക് നടക്കും എന്ന് പറയുന്നുണ്ട്. അത് അമേരിക്ക അംഗീകരിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഇസ്രായേലിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അവരുടെ സാങ്കേതിക മിസൈൽ വിദ്യകളുണ്ട്, അതിനൊന്നും പിന്നോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഇറാൻ യുദ്ധ ഉപകരണങ്ങൾ അതെല്ലാം ഉൽപ്പാദിപ്പിച്ചു കൂട്ടുന്നതിൽ ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ
ഒരു പൊട്ടാസ് പോലും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കണം. അതാണ് ഒരു ആഗ്രഹം. പക്ഷെ അത് നടക്കില്ല എന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇറാൻ പറഞ്ഞാൽ പറഞ്ഞതാണ് എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഒരു പൂർണ്ണ യുദ്ധവിരാമം ഇടുന്നതിനുള്ള ഒരു തടസ്സവും. കാരണം അമേരിക്കയ്ക്ക് സ്വന്തം മുഖം രക്ഷിക്കണം, പക്ഷെ ഇസ്രായേലിന് സ്വന്തം ഭാവി, നെതന്യാഹുവിന് സ്വന്തം ഭാവിയും സംരക്ഷിക്കണം. ഈ യുദ്ധം നിന്നു കഴിഞ്ഞാൽ അപ്പോ അഴിമതിയുടെ വിചാരണയും മറ്റു കാര്യങ്ങളുമായി നെതന്യാഹുവിന്റെ ജീവിതം കോഞ്ഞാട്ടയാകും. ഈ യുദ്ധം തുടർന്നു പോയി കഴിഞ്ഞാൽ അതേ അവസ്ഥ ട്രംപിന് സംഭവിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അമേരിക്ക ഇറാൻ ചർച്ച, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, അമേരിക്ക ഇറാനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ ശ്രദ്ധ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ് ലെബനനെ ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഒരു അടി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മാധ്യമ ശ്രദ്ധയും ലോകവും അങ്ങോട്ട് ശ്രദ്ധിക്കും. അങ്ങനെ ഇറാൻ തൽക്കാലം ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകും എന്നതാണ് അവർ കരുതുന്നത്. പക്ഷേ ഇറാനെ കളത്തിൽ ഇറക്കിയ നിലയ്ക്ക് ഇറാൻ അങ്ങനെ മാറി നിൽക്കില്ല എന്ന് ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒന്നിനും വയ്യാത്ത, കൊള്ളാനും വയ്യാത്ത, കൊടുക്കാനും വയ്യാത്ത ഒരു അവസ്ഥയിലാണ് അമേരിക്കയും ഇസ്രായേലും. Different angles. Don't forget to subscribe and support this channel.